കോഴിക്കോട് അരയിടത്തുപാലത്ത് സ്വകാര്യ ബസ് മറിഞ്ഞു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഷബീർ ഒമർ വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. ഷബീർ, ദൃശ്യങ്ങൾ കാണുന്നു. ആ ബസ് പൂർണ്ണമായും മറിഞ്ഞ് കിടക്കുകയാണ്. പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്? ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. സ്നേഹ, നമ്മളിപ്പോൾ ഈ അപകട സ്ഥലത്താണുള്ളത്. അപകടത്തിൽപ്പെട്ട ബസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്താണ് അപകടത്തിൽ കൂടുതൽ വ്യക്തതയില്ല. എന്താണ് സംഭവിച്ചത്? അവിടെ നിന്ന് ഇങ്ങോട്ട് വരായിരുന്നു ബസ്. അതിന്റെ മുകളിൽ മോട്ടോർ ഉണ്ട്. മോട്ടോർ ഇടിച്ചിട്ടാണ് നിയന്ത്രണം വിട്ട് വണ്ടി. അതെ, ഇറങ്ങി വരുമ്പോ അവിടെ ഉണ്ട്. മോട്ടോർ സൈക്കിളിൽ ഇടിച്ചിട്ട് നിയന്ത്രണം വിട്ടാ അതിന്റെ മുകളിലുള്ളതാ. ബസ് ഫുള്ളായിരുന്നു. ബസ് അറിയില്ല, എന്താ അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ അതിന്റെ മുകളിൽ ഇടിച്ചിട്ടുണ്ട് വണ്ടി. എന്തായാലും ഈ സ്കൂൾ വിട്ട സമയം, ഒപ്പം തന്നെ ഈ സമയത്ത് ബസ്സിൽ പരമാവധി ആളുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അത്യാവശ്യം ആളുള്ള സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇവിടെ ഒരു മോട്ടോർ ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്കിൽ ഇടിച്ചതിന് ശേഷം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഒപ്പം ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയാണ്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരിൽ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഒരാളെ ബേബി മെമ്മോറിയൽ ആശുപത്രി, സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ അപകടം കഴിഞ്ഞ് അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. ഈ അപകടം കഴിഞ്ഞ് ഈ അപകടത്തിൽപ്പെട്ട ബസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല. എന്നാലും ചില ദൃക്സാക്ഷികളുണ്ട് ഈ ഭാഗത്തേക്ക്. അപ്പോ ബസ് ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോ ബസ് ബൈക്കിനും തട്ടി, ബൈക്ക് അവിടെ വീഴുകയും ചെയ്ത് ബസ് അവിടെ നിന്ന് മറിഞ്ഞു വിടുകയും ചെയ്തു. ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബസ് ടൈം ഉണ്ടാകല്ലോ, ബസ്സിനൊക്കെ ടൈമാണല്ലോ. അപ്പൊ ആ ടൈം അനുസരിച്ച് വണ്ടി വിട്ടതാ. ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് വിടുകയാണ്. അപ്പം തട്ടുകയും ചെയ്ത് ബസ് മറിഞ്ഞിട്ട് അവിടെ സ്കിഡായി ഇവിടെ എത്തുകയും ചെയ്തു. ബസ് ഓവർ സ്പീഡായിരുന്നു. ബസ് ഓവർ സ്പീഡാണ് ഉണ്ടാകുക. ടൈമിനനുസരിച്ചാണ്, ടൈമിങ്ങിന്റെ സ്പീഡാണ്. ബസ് ഫുള്ളായിരുന്നു. ആള് ഫുള്ളായിരുന്നു ബസ്സിൽ. ബസ്സിൽ ആള് അത്യാവശ്യം ഉള്ളതാണ്. ഫുള്ള് വെച്ചാൽ സീറ്റ് ലോഡും അത്യാവശ്യം ആളുകൾ നിൽക്കുന്ന ഒക്കെ സ്കൂൾ ടൈം ഒക്കെ ആയതുകൊണ്ട്. നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്നു? രക്ഷാപ്രവർത്തനത്തിൽ നമ്മള് വണ്ടി മറിഞ്ഞപ്പോ അവിടെ ഉണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്. ഗുരുതരമായ ബേബിയിലും പല ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ബൈക്കിലുണ്ടായിരുന്ന ആളുടെ സ്ഥിതി എങ്ങനെയുണ്ട്? ബൈക്കിലുണ്ടായിരുന്ന ആളൊക്കെ സ്ഥിതി നമ്മൾ കണ്ടില്ല. അയാൾ പെട്ടെന്ന് വേറെ വണ്ടി കയറ്റി കൊണ്ടുപോയതാണ്. ബൈക്ക് തകർന്ന നിലയാണ് അവിടെ ഉള്ളത്. ഈ പാലിറങ്ങി വരുമായിരുന്നു ബസ്. ബസ് പാലിറങ്ങി ഇങ്ങോട്ട് വരിക. അവിടുന്ന് തട്ടിയ ബസ് ഇവിടെ എത്തിയതാണ്. അവിടുന്ന് വീണതാണ്. അല്ല, അവിടുന്ന് വണ്ടി മറിഞ്ഞിട്ട് സ്കിഡായിട്ട് ബസ് ഇവിടെ എത്തി. നിരങ്ങി വന്നതാണ്. വണ്ടി മറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വണ്ടി മറിഞ്ഞ ബസ് അവിടുന്ന് നിരങ്ങി പോന്നതാ. തെലങ്കായി നിന്ന അതാണ് ഇങ്ങനെ. ഞാൻ വണ്ടി ഓട്ടോ ഡ്രൈവറാണ്. പ്രദേശവാസിയല്ല, ഞാൻ CC വണ്ടിയിൽ ഡ്രൈവറാണ്. ഞാൻ വണ്ടി അവിടുന്ന് വരുമ്പോ കണ്ടാണ്. ഇതാണ് അദ്ദേഹം, ദൃക്സാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടത്. അതായത് ഇപ്പോൾ ഈ ബസ് കിടക്കുന്ന ഭാഗം, അതായത് ഈ പാലത്തിന് താഴ്ഭാഗത്താണ്. അതായത് നഗരത്തിൽ നിന്ന് മാവൂർ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്താണ് ഈ അപകടം ഉണ്ടായത്. അതായത് പാലത്തിന് മുകളിൽ നിന്ന് നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബസ് അത്യാവശ്യം ദൂരത്തിലേക്ക്, ഏതാണ്ട് മീറ്ററുകൾ മാറി ഇങ്ങോട്ട് ഇറങ്ങി വന്നു എന്നാണ് ഈ ദൃക്സാക്ഷി പറയുന്നത്. മാത്രമല്ല, നിരവധി ആളുകൾ ഈ ബസ്സിനകത്തുണ്ടായിരുന്നു. സീറ്റ് ഫുള്ളായിരുന്നു. ഒപ്പം തന്നെ നിൽക്കുന്നവരുൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഈ ദൃക്സാക്ഷി പറയുന്നു. ആ നിലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം സ്വാഭാവികമായി കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇവിടെ നിന്നാണ് ബസ് നിറങ്ങി വന്നത് എന്നാണ് പറയുന്നത്. ആ പാടുകൾ കൂടി ഈ നിന്ന് ഒരു ബൈക്ക് ശ്രമിക്കുന്നതിനിടെ നിരങ്ങി വന്ന് ഇങ്ങോട്ടേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഏതാണ്ട് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കൃത്യമായി റോഡിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ ഈ ബസ് നീങ്ങിയതിന്റെ പാടുകളുണ്ട്. മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. ഷബീർ, നിലവിൽ ഈ ബസ്സിലുള്ള എല്ലാവരുടെയും പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ബസ്സിലാരും കുടുങ്ങിക്കിടക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ? എല്ലാവരെയും പുറത്തിറക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ അല്ലെ? തീർച്ചയായും എല്ലാവരെയും, ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ച് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവർ ആ നിലയ്ക്ക് വിവിധ ആശുപത്രികളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും